ഹലോ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന പ്രിപ്പോസിഷൻ ത്രൂ ആണ്. ത്രൂ യൂസ് ചെയ്യുന്നത് ഉള്ളിലൂടെ എന്ന് പറയാനാണ്. എന്നാൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് ത്രൂ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ത്രൂവിൻ്റെ ഫസ്റ്റ് യൂസ് ഉള്ളിലൂടെ എന്ന് പറയാനാണ്. ദ ട്രെയിൻ വെൻറ്റ് ത്രൂ ദ ടണൽ. ട്രെയിൻ ടണലിലൂടെ പോയി. ഇവിടെ ടണലിലൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ടണലിൻ്റെ ഉള്ളിൽ കൂടെ എന്നാണ് പറയുന്നത്. അതായത് ഇതാണ് നമ്മുടെ ടണൽ. ഈ ടണൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ആ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിനെ, ട്രെയിനിൻ്റെ ആ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനായിട്ടാണ് ഇവിടെ ത്രൂ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ് ത്രൂ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഈ ടണലിനെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രെയിൻ ചെറുതാണ്. അതായത് ഈ ട്രെയിനേക്കാൾ ഹൈറ്റ് ഉണ്ട് ടണലിന്. കൂടാതെ ഈ ടണൽ ആ ട്രെയിനെ കവർ ചെയ്യുന്നുണ്ട്. ദ റാറ്റ് റാൻ ത്രൂ ദ ഗ്രാസ്. പുല്ലിനുള്ളിലൂടെ എലി ഓടി. ഇവിടെ പുല്ലിനുള്ളിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ത്രൂ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു എലീനെ ഈ ഒരു പുല്ല് കവർ ചെയ്തിരിക്കുകയാണ്. 3 സൈഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ആ കവർ ചെയ്തിട്ടുള്ള ഒന്നിൻ്റെ ഉള്ളിൽ കൂടെയുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ് ത്രൂ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എലിയുടെ ഹൈറ്റിനേക്കാളും കൂടുതലാണ് പുല്ലിൻ്റെ ഹൈറ്റ്. അതുകൊണ്ട് തന്നെ ഈ പുല്ല് 3 സൈഡും കൊണ്ട് ഈ ഒരു എലീനെ കവർ ചെയ്തിരിക്കുകയാണ്. ഈ കവർ ചെയ്തിട്ടുള്ള ഒന്നിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കുള്ള എലിയുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനായിട്ടാണ് ഇവിടെ ത്രൂ യൂസ് ചെയ്തിരിക്കുന്നത്. വി ഹാവ് ബീൻ വാക്കിംഗ് ത്രൂ ദ ക്രൗഡ്. ജനക്കൂട്ടത്തിനിടയിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഇവിടെ ജനക്കൂട്ടത്തിനുള്ളിലൂടെ, അതായത് ആളുകളെ കൊണ്ട് കവറായിട്ടുള്ള ഒരു ഏരിയ ആണത്. അതിൻ്റെ ഉള്ളിലൂടെ പോണു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ത്രൂ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ആളുകളെ കൊണ്ട് കവറായിട്ടുള്ള ഒന്നിൻ്റെ ഉള്ളിൽ കൂടെയുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ത്രൂ യൂസ് ചെയ്തിരിക്കുന്നത്. എ ക്യാറ്റ് കെയിം ഇൻസൈഡ് ത്രൂ ദ വിൻഡോ. ജനലിലൂടെ ഒരു പൂച്ച അകത്തേക്ക് വന്നു. ഇവിടെ ജനലിലൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് ജനലിനുള്ളിലൂടെ എന്നാണ്. അതായത് ഈ ജനലെന്ന് പറയുന്നത് 4 സൈഡ് കവറായിട്ടുള്ള ഒന്നാണ്. അതിനുള്ളിലൂടെയാണ് പൂച്ച അകത്തേക്ക് വന്നത്. അതായത് ജനലിൻ്റെ പുറത്തെ വശത്തുനിന്ന് അകത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ്. അതായത് ക്ലോസ്ഡ് ആയ ഒന്നിൻ്റെ പുറത്ത് നിന്ന്, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ് ഇവിടെ ത്രൂ യൂസ് ചെയ്തിരിക്കുന്നത്. ഷി വോക്ക്ഡ് ത്രൂ ദ ഡോർ. ഡോറിനുള്ളിലൂടെ അവൾ നടന്നു. ഇവിടെ ഡോർ എന്ന് പറഞ്ഞാൽ 4 സൈഡും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ പുറത്തെ സൈഡിൽ നിന്ന് അകത്തെ സൈഡിലേക്കുള്ള അവളുടെ ആ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ് ഇവിടെ ത്രൂ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനായിട്ടാണ് ഇവിടെ ത്രൂ യൂസ് ചെയ്തിട്ടുള്ളത്. ത്രൂവിൻ്റെ ഫസ്റ്റ് യൂസ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കുള്ള ഉള്ളിലൂടെയുള്ള മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാനാണ് ത്രൂ യൂസ് ചെയ്യുന്നത്. ത്രൂവിൻ്റെ രണ്ടാമത്തെ യൂസ് നോക്കുക എന്ന അർത്ഥത്തിലാണ്. ഷീ പീക്ഡ് ത്രൂ ദ കീഹോൾ. കീഹോളിലൂടെ അവൾ ഒളിഞ്ഞു നോക്കി. ഇവിടെ കീഹോളിലൂടെ എന്ന് പറയുന്നത് കീഹോളിന് ഉള്ളിലൂടെ, ആ ഒരു ഹോളിന് ഉള്ളിലൂടെ നോക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആ ഒരു ഐസൈറ്റാണ്. അതായത് കീഹോളിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നോക്കി എന്നാണ് ഇവിടെ പറയുന്നത്. ഹി ലുക്ക്ഡ് ത്രൂ ദ വിൻഡോ. അവൻ വിൻഡോയിലൂടെ നോക്കി. ഇവിടെ വിൻഡോയിലൂടെ എന്ന് പറയുന്നത് വിൻഡോയുടെ ഉള്ളിലൂടെ നോക്കി എന്നാണ്. അതായത് വിൻഡോയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നോക്കി. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നോക്കുന്ന ആ ഒരു വിഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ത്രൂ രണ്ടാമതായി യൂസ് ചെയ്യുന്നത്. ത്രൂവിൻ്റെ മൂന്നാമത്തെ യൂസ് ഡയറക്റ്റ് അല്ലാതെ റിസൾട്ട് ഉണ്ടായ അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്ന ഒന്നിനെ കുറിച്ച് പറയാം. ഐ ലേൺ ടു കുക്ക് ത്രൂ യൂട്യൂബ് വീഡിയോസ്. യൂട്യൂബ് വീഡിയോസിലൂടെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചത്. ഇവിടെ യൂട്യൂബ് വീഡിയോസിലൂടെയാണ്, ഡയറക്റ്റ് ആയിട്ടല്ല പഠിച്ചത്. യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെയാണ് കുക്ക് ചെയ്യാൻ പഠിച്ചത്. ഐ ഫൗണ്ട് ദ ജോബ് ത്രൂ മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ജോബ് കണ്ടെത്തിയത് ഫ്രണ്ടിലൂടെയാണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ജോബ് കണ്ടെത്തിയത് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു മീഡിയം, ഫ്രണ്ട് കാരണം കൊണ്ടാണ് കണ്ടെത്തിയത്. ഷീ വോൺ ത്രൂ ഹെർ ഹാർഡ് വർക്ക്.
അവൾ അവളുടെ ഹാർഡ് വർക്കിലൂടെയാണ് ജയിച്ചത്. ഇവിടെ വെറുതെ ജയിക്കുകയല്ല, ഹാർഡ് വർക്ക്, ആ ഒരു ഹാർഡ് വർക്കിലൂടെയാണ് ജയിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയെല്ലാം ത്രൂ യൂസ് ചെയ്തിരിക്കുന്നത്. ത്രൂവിൻ്റെ നാലാമത്തെ യൂസ് മുഴുവൻ എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ദ ഡോഗ് ബാർക്ക്ഡ് ത്രൂ ദ നൈറ്റ്. രാത്രി മുഴുവൻ ഡോഗ് കുരച്ചു. ഇവിടെ രാത്രി മുഴുവൻ, അതായത് രാത്രി തുടങ്ങിയ സമയം മുതൽ അവസാനിക്കുന്ന ടൈം വരെ ഡോഗ് കുരച്ചു എന്നാണ് പറയുന്നത്. വി വിൽ സ്റ്റേ ഇൻഡോർസ് ത്രൂ സൺഡേ. സൺഡേ മുഴുവനും ഞങ്ങൾ വീടിനകത്ത് താമസിക്കും. അതായത് സൺഡേ മുഴുവൻ എന്ന് പറഞ്ഞാൽ സൺഡേ ആ തുടങ്ങുന്ന ദിവസം മുതൽ അവസാനിക്കുന്ന ആ ഒരു സമയം വരെ, സ്റ്റാർട്ട് ടു എൻഡ് വരെ ഞങ്ങൾ വീടിനകത്തായിരിക്കും എന്നാണ് പറയുന്നത്. ആ സ്റ്റാർട്ട് ടൈം മുതൽ അവസാനിക്കുന്ന സമയം വരെ, അത് മുഴുവൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ത്രൂ യൂസ് ചെയ്യുന്നത്.